ഫാർമസിസ്റ്റുകളില്ലാതെ നിരവധി ഫാർമസികളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഇത്തരം ഫാർമസികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ സംഘടനയായ ഫാർമ ഫെഡ് ആവശ്യപ്പെടുന്നത്. ഫാർമസി വഴി ലഹരിക്കായി ഗുളികകൾ വാങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ആവശ്യം. ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കണമെന്നും ഫാർമ ഫെഡ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. സുനിഷ യലൂർ, ഗുഡ് ഈവനിംഗ്. ഫാർമസിസ്റ്റുകൾ പേരിന് പോലും ഇല്ലാത്ത സ്ഥാപനങ്ങളാണോ കൂടുതലും അപ്പോൾ? തീർച്ചയായിട്ടും സുജയ, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നവും. നമ്മളിപ്പോൾ പലപ്പോഴും ഈ ലഹരിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളിലേക്കാണ് ലഹരി ഗുളികകൾ വാങ്ങാൻ, ചില ഗുളികകൾ ലഹരിയായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു. അത്തരത്തിൽ ഫാർമസിസ്റ്റുകൾ പോലും ഇല്ലാത്ത ചില കടകളുണ്ട്, ചില മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഒരുപക്ഷെ ഒരു കുറിപ്പടി ഇല്ലാതെ വന്നാൽ പോലും കൊടുക്കുന്നൊരു സാഹചര്യം സാധാരണ രീതിയിൽ പലയിടത്തും ഉണ്ടാകുന്നു എന്നതാണ്. അത് ഗൗരവമായി തന്നെ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ ഈ ഫാർമ ഫെഡ് ഇതിലൊരു തീരുമാനവുമായി സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. നേരത്തെ തന്നെ ഡ്രഗ് കൺട്രോളർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി നൽകിയിരുന്നു. പക്ഷേ നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി എടുക്കുക, ഈ ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഫാർമസികൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുക, ഒപ്പം തന്നെ ഫാർമസിസ്റ്റുകൾ ഓരോ മെഡിക്കൽ ഷോപ്പുകളിലും ഉണ്ട് എന്നത് ഉറപ്പുവരുത്തുക. ഈ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫാർമസികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏപ്രിൽ 10-ാം തീയതി, ഈ വരുന്ന 10-ാം തീയതി ഡ്രഗ് കൺട്രോൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്താൻ, അതൊരു സൂചനാ സമരമായി നടത്താനാണ് ഇപ്പോൾ ഫാർമ ഫെഡ് ആലോചിക്കുകയും ചെയ്യുന്നത്. വരുന്ന ഘട്ടങ്ങളിൽ സമരം ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ്. നേരത്തെ അവർ പറഞ്ഞിരുന്നത് നിരീക്ഷണം ശക്തമാക്കണമെന്നുള്ളതായിരുന്നു. കാരണം പലയിടങ്ങളിലും ഈ രാത്രിയൊക്കെ മരുന്ന് വാങ്ങാനായി എത്തുന്നവർ പിന്നീട് ഈ മരുന്ന് കൊടുത്തില്ല എങ്കിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അത് മർദ്ദനത്തിലേക്കും അക്രമത്തിലേക്കും ഒക്കെ കടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നതായിരുന്നു. അതുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുക എന്നൊരു ആവശ്യം കൂടി ഫാർമ ഫെഡ് ഉയർത്തുന്നുണ്ട്. സുജയ. ഓക്കെ, സുനിഷ യലൂരാണ് വിവരങ്ങൾ നൽകിയത്. ഫാർമസിയുണ്ട്, പക്ഷേ ഫാർമസിസ്റ്റ് ഇല്ല. നടപടി വേണമെന്ന് ഫാർമ ഫെഡ്.